നമസ്തേ. പാലക്കാട് ജില്ലയിലെ പ്രധാന രാഷ്ട്രീയ കേന്ദ്രങ്ങളിലൊന്നായ തൃത്താല ഒരിക്കൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ശക്തമായ അടിത്തറയുണ്ടായിരുന്ന മണ്ഡലമായിരുന്നു. എന്നാൽ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലെ വോട്ടിംഗ് ട്രെൻഡുകൾ പരിശോധിക്കുമ്പോൾ ഇവിടെ പാർട്ടിയുടെ വളർച്ച ചോദ്യം ചെയ്യപ്പെടുകയാണ്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏകദേശം 14,600 വോട്ടുകൾ നേടിയ BJP 2019 ലോക്സഭയിൽ അത് 23,000 ഉയർന്നു. പക്ഷേ 2021 നിയമസഭയിൽ വീണ്ടും 12,800 കുറഞ്ഞു. 2024 ലോക്സഭയിൽ 26,000 വരെ ഉയർന്നെങ്കിലും 2026 നിയമസഭയിൽ 15,000 വോട്ടുകളിലേക്ക് മാത്രമാണ് എത്തിയത്. 10 വർഷത്തിൽ വെറും 400 വോട്ടുകളുടെ വർധനവ് മാത്രം. ഇത് പാർട്ടിയുടെ പ്രവർത്തനത്തെക്കുറിച്ച് വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ മുന്നേറ്റം കാണിച്ച പാർട്ടി നിയമസഭയിലും പഞ്ചായത്ത് തലത്തിലും ആ ശക്തി നിലനിർത്താൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? പ്രാദേശിക തലത്തിൽ വോട്ട് കച്ചവടം നടത്തുന്നു എന്ന ആരോപണങ്ങളും ഉയരുന്നു. മണ്ഡലത്തിലെ നേതൃത്വത്തിന്റെ ഒരു വിഭാഗം തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ മാത്രം സജീവമാവുകയും പണവും സ്വാധീനവും ഉപയോഗിച്ച് പ്രവർത്തനം നിയന്ത്രിക്കുകയും ചെയ്യുന്നു എന്നാണ് പാർട്ടിയിലെ ചില പ്രവർത്തകരുടെ ആരോപണം. ഇതിനൊപ്പം പ്രാദേശിക പ്രവർത്തകരെ അവഗണിക്കുന്ന സമീപനവും വിമർശന വിധേയമാകുന്നു. മണ്ഡലത്തെക്കുറിച്ച് വ്യക്തമായ അറിവില്ലാത്ത നേതാക്കളെ പുറത്തുനിന്ന് കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നതും പ്രവർത്തകരുടെ ആത്മവിശ്വാസത്തെ ബാധിക്കുന്നുവെന്ന അഭിപ്രായമാണ് ഉയരുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ മണ്ഡലത്തിലെ പ്രധാന രാഷ്ട്രീയ എതിരാളികളായ VT ബൽറാം, MV രാജേഷ് പോലുള്ള നേതാക്കൾ പ്രാദേശിക അടിത്തറ ശക്തമാക്കി മുന്നേറുന്നുവെന്ന വിലയിരുത്തലുമുണ്ട്. ചില ബൂത്തുകളിൽ പോലും പാർട്ടിക്ക് വളരെ കുറഞ്ഞ വോട്ടുകൾ ലഭിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഇത് പ്രാദേശിക സംഘടനാ ദൗർബല്യത്തിന്റെ സൂചനയാണോ? എന്നാൽ ഈ ആരോപണങ്ങൾക്കെതിരെ പാർട്ടി നേതൃത്വം ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. സ്ഥിരീകരണമില്ലാത്ത ആരോപണങ്ങളാണിവയെന്ന് പാർട്ടിയുടെ ചില വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. പ്രാദേശിക തലത്തിൽ ശക്തമായ നേതൃത്വവും സ്ഥിരതയുള്ള പ്രവർത്തന രീതികളും ഇല്ലാത്ത ദീർഘകാല വളർച്ച സാധ്യമല്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. തൃത്താലയിലെ BJP മുന്നോട്ടു പോകണമെങ്കിൽ പ്രാദേശിക പ്രവർത്തകരെ ശക്തിപ്പെടുത്തുകയും പുതിയ തലമുറയ്ക്ക് അവസരം നൽകുകയും വേണമെന്ന് വിമർശകർ പറയുന്നു. ഈ മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നതിന്റെ പരീക്ഷണമായിരിക്കും ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകൾ.